പരിവാർ എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഉത്സവ് രാജീവും ഫഹദ് നന്ദുവും കൂടിച്ചേർന്നാണ്. അവർ തന്നെയാണ് ചിത്രത്തിൻ്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ജഗദീഷ്, ഇന്ദ്രൻസ്, പ്രശാന്ത് അലക്സാണ്ടർ, രാജേന്ദർ, മീന രാജ്, ഋഷികേശ്, ഭാഗ്യ ജയേഷ്, ഉണ്ണിമായ, ഷൈനി വിജയൻ, ഉണ്ണി നായർ, ശോഭന വെട്ടിയാർ, പ്രമോദ് വെളിയനാട്, സോഹൻ സീനുലാൽ, അശ്വത് ലാൽ, ഹിൽഡ സാജു തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. മരണശയ്യയിൽ ആയ അച്ഛൻ്റെ അടുത്തേക്ക് അവരുടെ തറവാട്ടിലേക്ക് എത്തിച്ചേരുന്ന മക്കളുടെ കഥയാണ് പരിവാർ പറയുന്നത്. ടൈറ്റിൽ ഫോണ്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ പിന്നീട് നടക്കുന്ന ഒരു വാർ അഥവാ യുദ്ധമാണ് ചിത്രത്തിൽ അണിയറക്കാരും അഭിനേതാക്കളും കൂടെ നർമ്മത്തിൽ കലർത്തി പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ സമ്പാദ്യത്തിനും വിലപിടിപ്പുള്ള മറ്റൊരു വസ്തുവിനും വേണ്ടി മക്കൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളും ഓരോ മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയാണ് പരിവാറിൽ കാണിച്ചിരിക്കുന്നത്. മൂത്ത സഹോദരനായി ഇന്ദ്രൻസ് വേഷമിട്ടിരിക്കുന്നു. സ്വതസിദ്ധമായ ശൈലിയിൽ ഇന്ദ്രൻസ് കോമഡി ചേർത്ത് തന്നെ വൃത്തിയായി ആ ഭീമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതായി തോന്നി. ജഗദീഷിൻ്റെ ക്യാരക്ടറും നർമ്മത്തിൽ ചാലിച്ച് അദ്ദേഹം ചെയ്തു. അയാളുടെ സ്വാർത്ഥതയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ ജഗദീഷ് ഭംഗിയായി അവതരിപ്പിക്കുകയുണ്ടായി. പ്രശാന്ത് അലക്സാണ്ടർ പരിവാറിലെ ലുക്കിൽ കുറച്ചുകൂടെ ചെറുപ്പം ഫീൽ ചെയ്യിപ്പിച്ചു. അധ്യാപകനായ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും തിയേറ്ററിൽ ചിരി പടർത്തുന്ന നിമിഷങ്ങൾ ഉണ്ടായി. മക്കളായി വന്നവർക്ക് പുറമെ മരുമക്കളായി അഭിനയിച്ചവരും മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചു. ചിത്രത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു തറവാട് വീടും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും മാത്രമാണ്. വേറെ ലൊക്കേഷനുകളൊന്നും തന്നെ ഇല്ല. അതിൽ തന്നെ ഭൂരിഭാഗം രംഗങ്ങളും ഇൻഡോർ സെറ്റപ്പിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു ചെറിയ ക്യാൻവാസിൽ എടുത്തിരിക്കുന്ന ചിത്രമാണെന്ന്. അങ്ങനെ തന്നെയാണ് ആകമാനം ചിത്രീകരിച്ചിരിക്കുന്നതും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചിത്രത്തിൽ വരുന്നുണ്ട്. അവർ എല്ലാവരും തന്നെ നാച്ചുറലായി അവരവരുടെ റോളുകളും രംഗങ്ങളും ചെയ്ത് ഫലിപ്പിച്ചതായി തന്നെ തോന്നി. ഭയങ്കരമായ ട്വിസ്റ്റുകളോ വലിയ വഴിത്തിരിവുകളോ ഒന്നും തന്നെ ചിത്രത്തിൻ്റെ ഒഴുക്കിനില്ല. ഒരേ താളത്തിൽ അങ്ങനെ പോകുന്നു. എന്നാലും ചിത്രത്തിന് ബോറിംഗ് ഒന്നും തന്നെ ഇല്ലാതാനും. ക്ലൈമാക്സിനും വലിയ നാടകീയത ഒന്നും തന്നെ വരുന്നില്ല. ഒരു സാധാരണ ചിന്തിക്കാവുന്ന ഊഹിക്കാവുന്ന ക്ലൈമാക്സ് തന്നെയാണ് ചിത്രത്തിനുള്ളതും. ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള കഥ തന്നെ ഒരു പക്കാ സാങ്കല്പികമായ കഥ തന്നെയാണ്. അത് ഇതിൻ്റെ അണിയറക്കാർ മനോഹരമായി തന്നെ വെള്ളിത്തിരയിലേക്ക് പകർത്തിയതായും തോന്നി. നേരെ പറയുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ കഥ ഒറ്റ വരിയിലൊക്കെ പറയാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു തീമിനെ വികസിപ്പിച്ചാണ് പരിവാർ എന്ന ചിത്രം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇൻ ഷോർട്ട്, ഒരു ചെറിയ കഥാതന്തു ഉള്ള 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ശരാശരി രേഖയിൽ നിൽക്കുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് പരിവാർ. 100-ൽ ഒരു 58 സ്കോർ കൊടുക്കാം. കണ്ടിരിക്കാം, കുഴപ്പമില്ല എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പടം.